ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവന് താൻ എവിടുന്ന് വന്നെന്നോ താൻ എങ്ങനെ ഇങ്ങനെ ആയെന്നോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ബ്രഹ്മദേവൻ 4 വശത്തേക്കും ഇങ്ങനെ തുറന്നു നോക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് 4 തലകൾ കിട്ടിയതെന്നും അങ്ങനെ അന്നേരമാണ് ഒരു ഇത് കിട്ടിയത്. നീ തപസ് ചെയ്യൂ, തപ എന്ന് പറഞ്ഞ അങ്ങനെ ബ്രഹ്മദേവൻ അനേകം വർഷത്തെ തപസ്സിന് ശേഷമാണ് തനിക്ക് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭഗവാനെ അനേക വർഷത്തെ തപസ്സിന് ശേഷം എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചു. അങ്ങയ്ക്ക് മുകളിലോ അങ്ങയ്ക്ക് താഴെയോ ആരും തന്നെ ഇല്ല. അങ്ങ് തന്നെയാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്നാണ് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നത്. ഈ 25ഉം 26ഉം ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതം 3-ാം ഖണ്ഡം അധ്യായം 9 പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നതിന് ദിവ്യമായ അറിവും ഊർജവും തേടി ഭഗവാനായ ബ്രഹ്മദേവൻ ഭഗവാനെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അന്വേഷിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ. ബ്രഹ്മാവിന്റെ ആഴത്തിലും ആത്മീയ സാക്ഷാത്കാരത്തെയും ഭഗവാന്റെ കാരുണ്യത്തിന് കീഴടങ്ങുന്ന അതിനെയും തൻ്റെ സൃഷ്ടിപരമായ കടമകൾ നിറവേറ്റാനുള്ള ആത്യന്തികമായ തയ്യാറെടുപ്പിനെയും വിവരിക്കുന്നു. ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു, അത്യന്തം കാരുണ്യവാനായ പരമ ദിവ്യോത്തമ പുരുഷ, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണേ. താമര പോലെയുള്ള അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഭഗവാനെ അങ്ങ് പ്രപഞ്ച സൃഷ്ടിയെ മുഴുവൻ ഉയർത്തട്ടെ. മധുരവും ഉത്തേജകവുമായ വാക്കുകൾ എന്നോട് സംസാരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ നിരാശയും പൂർണ്ണമായും ഇല്ലാതാക്കണേ. ഭഗവാന്റെ കൃപയാൽ മാത്രമേ അജ്ഞതയും മാറ്റണം, അതേപോലെ മനുഷ്യർക്ക് സന്തോഷവും ഉണ്ടാകണം. ഈ പ്രപഞ്ച സൃഷ്ടി ഭംഗിയായി നടത്താൻ എനിക്ക് സാധിക്കുള്ളൂ. ബ്രഹ്മാവ് പറയുന്നത് സൃഷ്ടി ചെയ്യുന്നത് ഞാനാണെന്ന് പറയുന്നു, പക്ഷെ ഞാനല്ല. പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഇതെല്ലാം നിറവേറ്റുന്നത്. ഞാൻ അതിനകത്ത് വെറും ഒരു കർമ്മി മാത്രമാണ്. ബ്രഹ്മാവ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ആഴത്തിലുള്ള ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിയുടെ വിവിധ വശങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് 3 ഗ്രഹ വ്യവസ്ഥകളിലെയും ക്രമീകരണം മനസ്സിലാക്കിയ ശേഷം തൻ്റെ പ്രാർത്ഥനകളും അന്വേഷണങ്ങളും പൂർത്തിയായി എന്ന് തോന്നിയ അദ്ദേഹം തൻ്റെ അടുത്ത കടമയ്ക്കായി സ്വയം ഒരുങ്ങി. ധ്യാനനിരതനായി തുടർന്ന ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുന്നതിന് ബ്രഹ്മാവ് തയ്യാറെടുത്തു. ഈ വാക്യങ്ങൾ ആത്യന്തികമായ ഒരു ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ഭക്തൻ ഭഗവാന്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങുന്നു. ദിവ്യജ്ഞാനം നേടുന്നതിനും മാനസിക സമാധാനം കണ്ടെത്തുന്നതിനും തുടർന്ന് ഭഗവാന്റെ നിയുക്ത കർത്തവ്യങ്ങൾ പൂർണ്ണതയോടെ നിർവഹിക്കാനും ഒരു ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ മൈത്രിയ മുനി പറയുന്നു, ബ്രഹ്മദേവന്റെ മനസ്സിൽ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സൃഷ്ടി ചെയ്യാൻ സാധിച്ചതെന്ന്. ബ്രഹ്മദേവന് ഒരു ഗുരുവിന്റെ ഉപദേശം നേടാൻ അന്ന് സാധിച്ചില്ല. കാരണം ആദ്യം ഉണ്ടായത് ബ്രഹ്മദേവനാണ്. അപ്പോൾ ഇത് സൃഷ്ടിക്കുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഭഗവാന് തൃപ്തിയായതുകൊണ്ടാണ്. ഭഗവാനിൽ കൂടുതൽ മനസ്സർപ്പിച്ച് അഗാധത്തിൽ ഭഗവാനെ മാത്രം ചിന്തിച്ച് ഇരുന്നത് കൊണ്ടാണ് ഭഗവാന് ബ്രഹ്മദേവന് ഇങ്ങനെ സൃഷ്ടി ചെയ്യാനുള്ള കഴിവ് കൊടുത്തത്. ഹരേ കൃഷ്ണ. ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. മാതാജി ശ്ലോകം കൂടെ